ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഈ സുക്കീനി കൊണ്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുള്ള 2 സുക്കീനിയാണ് എടുത്തിരിക്കുന്നത്. ഈ സുക്കീനി നല്ലതുപോലെ ക്ലീൻ ചെയ്ത് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അതിലേക്ക് ചേർക്കാൻ ആവശ്യമായ സാധനങ്ങൾ: ചിക്ക് പീ ഫ്ലവർ 1 കപ്പ് എടുത്തിട്ടുണ്ട്, ഒരു ഒണിയൻ ചോപ്പ് ചെയ്ത് 1 കപ്പുണ്ട്, ഒരു മീഡിയം സൈസ് ഒണിയൻ, അതിലേക്ക് കറി ലീഫ് കൂടെ നുറുക്കി വെച്ചിരിപ്പുണ്ട്, 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ് ഉണ്ട്, 2 ഗാർലിക്, 2 ചെറിയ പീസ് ഗാർലിക്, 1 മുട്ടയുണ്ട്. ഇനിയുള്ള ഐറ്റങ്ങളൊക്കെ അന്നേരം കാണിക്കുന്നതായിരിക്കും. ഇനിയും ഈ സുക്കീനി ഗ്രേറ്റ് ചെയ്യാൻ പോകുന്നു. സുക്കീനിയുടെ 2 സൈഡും ഇങ്ങനെ കട്ട് ചെയ്ത് കളയണം. സുക്കീനി ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കണം. സുക്കീനി ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെക്കണം. അതിലേക്ക് കുറച്ച് ഉപ്പിടുന്നു, അധികം വേണ്ട, ഒരു ½ ടീസ്പൂൺ ഉപ്പ് ചേർത്തു. ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കവർ ചെയ്ത് 10 മിനിറ്റ്സ് വെക്കണം. ഈ സുക്കീനി ഗ്രേറ്റ് ചെയ്തത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട്, ഉപ്പിട്ടാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. നല്ലതുപോലെ അത് ഇങ്ങനെ സ്ക്വീസ് ചെയ്ത് അതിൻ്റെ ജ്യൂസ് കളയുക. 2 സുക്കീനിയുടെ ജ്യൂസ് ഇത്രയുമാണ് സ്ക്വീസ് ചെയ്ത് മാറ്റിയത്. പിഴിഞ്ഞെടുത്ത സുക്കീനിയിലേക്ക് ഒണിയൻ ആൻഡ് കറി ലീഫ് ചേർക്കുന്നു, ചിക്ക് പീ ഫ്ലവർ ചേർക്കുന്നു, ജിഞ്ചർ പേസ്റ്റ് ആൻഡ് ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നു, ½ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആൻഡ് 1 പിഞ്ച് മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ ചീസ് ചേർക്കുന്നു, ഇത് ഓപ്ഷനിലാണ്, ½ ടീസ്പൂൺ ഫെനൽ സീഡ്, 1 മുട്ട ചേർക്കുന്നു, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, അതും ഓപ്ഷനിലാണ്. സിലാൻഡ്രോ ചേർത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ. ഇതിനെ മിക്സ് ചെയ്യുന്നു. ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർക്കുക. നല്ലതുപോലെ ഇത് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇതുപോലെ ബോൾ പോലാക്കി ഫ്ലാറ്റ് ചെയ്ത് ഹോട്ട് ഓയിലിലേക്ക് ഇടുക. ഒരു സൈഡ് ബ്രൗൺ ആകുമ്പോൾ ഇതിങ്ങനെ ഫ്ലിപ്പ് ചെയ്തിടണം. ബോത്ത് സൈഡ് ഇങ്ങനെ ബ്രൗൺ ആകുമ്പോൾ കോരിയെടുക്കുക. ഫസ്റ്റ് ബാച്ച് റെഡിയായി. ഇനിയും സെക്കൻഡ് ബാച്ച് ഇടണം. സുക്കീനി ഫ്രിറ്റോസ് സെക്കൻഡ് ബാച്ച് ഓൾമോസ്റ്റ് റെഡി. കൂട്ടുകാരെ, ഫ്രഷ് സുക്കീനി ഓൾവേസ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. അനവധി ഐറ്റങ്ങൾ സുക്കീനി കൊണ്ട് ഉണ്ടാക്കാവുന്നതാണ്. സുക്കീനി ഫ്രിറ്റോസ് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഐറ്റമാണ്. സുക്കീനി ഫ്രിറ്റോസ് റെഡി. ടൊമാറ്റോ സോസ് ഓർ കെച്ചപ്പ് നല്ല ഒരു കോമ്പിനേഷനാണ്.